യാത്രയിലാണ് കേട്ടോ. നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കണത് കേട്ടോ. അപ്പോൾ ഇന്ന് പണ്ട് ഇതൊക്കെ റബ്ബറും തോട്ടങ്ങളായിരുന്നു. അപ്പോൾ ഇത്ര വർഷങ്ങൾ കഴിയുമ്പോൾ റബ്ബറൊക്കെ മുറിക്കണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. ആ മുറിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പ്ലാന്റേഷൻ പൈനാപ്പിൾകാർക്ക് ഇത് കൊടുക്കണം കേട്ടോ. റബ്ബറും നടും അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞങ്ങളുടെ റബ്ബർ പ്ലാന്റേഷൻ തന്നെയാണ് കേട്ടോ. ആ മലകളും പിന്നെ അതേ നോക്കൂ, ഈ ഭാഗത്തുണ്ട്. ഇതൊക്കെ ഇനി മുറിക്കാനുള്ള മരങ്ങളുമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ യാത്രയിൽ നിങ്ങളെല്ലാവരെയും ഞാൻ കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. അപ്പം നമുക്ക് കാണാം. ഹലോ ഹായ്, ഞാൻ ദിനി ശ്രീനി. ഞാൻ ആദ്യമായിട്ട് ഒരു ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് വന്നേക്കാണ്. അത് ഏറ്റവും വിലപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. എനിക്കൊക്കെ ഏറ്റവും എന്താ പറയുക, എന്നെയൊക്കെ ഞാനാക്കിയ ഒരു സ്ഥലം എന്ന് പറയാമല്ലോ. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. നിങ്ങളെല്ലാവരെയും കൂടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാം. അതാണ് സ്ഥലം, കാലടി പ്ലാന്റേഷൻ. ഇപ്പം അത് ഹയർ സെക്കൻഡറി ആയി. ഞാൻ പഠിക്കുന്ന കാലത്ത് ഹൈസ്കൂളായിരുന്നു കേട്ടോ. ഞാനിവിടെ 1ാം ക്ലാസ് തുടങ്ങി 7ാം ക്ലാസ് വരെയാണ് പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അതൊരു വലിയൊരു ഓർമ്മകളാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സ്കൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കണത്. ഇവിടെ ഒരു വലിയൊരു ചൂളമരം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ പോയി. ഇപ്പോൾ ഇത് പാലയായിട്ട് ടീച്ചേഴ്സ് താമസിച്ച ക്വാർട്ടേഴ്സുകളൊക്കെയാണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. അന്ന് ടീച്ചർമാർക്കൊന്നും ഇവിടം വിട്ട് പോകാൻ പാടില്ലായിരുന്നു. ഇവിടെ തന്നെ താമസിക്കണം എന്നുള്ളതുണ്ട്. അപ്പോൾ വെൽക്കം എൻ്റെ വീഡിയോയിലേക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ചെറിയ ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ എൻ്റെ 1ാം ക്ലാസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ അച്ഛൻ 1ാം ക്ലാസ്സിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഇന്നിപ്പോൾ ഇത് ഓഫീസ് റൂമാണ്. പക്ഷേ ഇതാണ് എൻ്റെ 1ാം ക്ലാസ്. അപ്പം ഞാൻ അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, അന്ന് എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിക്കറും ഷർട്ടും ഇട്ടിട്ടാണ് ഞാൻ വന്നത്. മുടി ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് ആൺകുട്ടിയുടെ പോലെയായിരുന്നു. അപ്പം എൻ്റെ വെല്ലിച്ചൻ്റെ മോനെയും എന്നെയും കൂടിയാണ് കേട്ടോ ചേർക്കാൻ കൊണ്ടുവന്നത്. അപ്പോൾ കൃഷ്ണൻ മാഷാണ് എൻ്റെ 1ാം ക്ലാസ്സിലെ മാഷ്. അപ്പം എന്നെ വന്നു. ഇവിടെ ഞാൻ നിന്നപ്പോൾ എന്നോട് ചോദിച്ചു പേരെന്താന്ന്. പേരപ്പോൾ നമ്മൾ പേടിച്ചിട്ട് പതുക്കെയാണല്ലോ പറയണേ. അന്ന് എഴുത്തിനിരുത്ത് മാത്രമേ ഉള്ളൂ, അംഗനവാടി ഒന്നുമില്ല. ആശാൻ്റെ എഴുത്തിനിരുത്തണേൻ്റെ അടുത്തുനിന്ന് നേരെ, അല്ലെങ്കിൽ LKG UKG അങ്ങനെയൊന്നുമില്ല, നേരെ 1ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ വന്ന് ഇവിടെ നിന്നു. അപ്പോൾ സാറകത്തുനിന്ന് വന്നിട്ട് പേര് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ദിനി എന്ന് പറഞ്ഞു. സാറെന്താ കേട്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ 2 സെക്ഷനായിട്ടാണല്ലോ ഇരുത്തുക, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും. എന്നെ നേരെ സാറ് പൊക്കി കൊണ്ടുപോയി ആൺകുട്ടികളുടെ അടുത്തിരുത്തി. എന്ന് വെച്ചാൽ ഈ മുടിയൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കണമായിരുന്നു. അപ്പം നമുക്കും അതറിയില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടെ തന്നെ ഇരുന്നു. 2 ദിവസം അങ്ങനെ തന്നെ ഈ പാൻറ് ഷർട്ടുമായിട്ട് അങ്ങനെ തന്നെ വന്നു. സാറിൻ്റെ പേര് കേട്ടത് ദിനു എന്നാണ്. ദിനിന്ന് ഞാൻ പറഞ്ഞത് കേട്ടത് ദിനു എന്നായിരുന്നു. അങ്ങനെ 3ാമത്തെ ദിവസം അമ്മ എനിക്ക് ഉടുപ്പിട്ട് തന്നു. ഞാൻ ഉടുപ്പിട്ട് സ്കൂളിൽ വന്നു. അതാ ബെഞ്ചിലിരുന്നപ്പോൾ സാറ് വന്നുകൊണ്ട് ചോദിച്ചാൽ നീ പെണ്ണായിരുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ പെണ്ണാന്ന് അറിഞ്ഞപ്പോൾ എന്നെ അവിടെ നിന്നെടുത്ത് പൊക്കി ഇപ്പത്തെ സൈഡിലേക്ക് മാറ്റിയിരുത്തിട്ടോ. അതാണ് എൻ്റെ 1ാം ക്ലാസ്സിൻ്റെ ഒരു ഓർമ്മ കേട്ടോ. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഞങ്ങളുടെ കാരണന്മാർക്ക് കനിഞ്ഞ് നൽകിയ ഒരു വരദാനം എന്ന് തന്നെ പറയാം ഈ സ്കൂള്. അത്രയ്ക്കും ഒരു അന്ന് കാലത്തൊക്കെ ഇങ്ങനെ ഒരു സ്കൂള് പണിത് തരാമെന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ അന്നും നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കിൽ തന്നെയാണ് സ്കൂളിനെ പണിത്. എൻ്റെ ഓർമ്മയിൽ സ്കൂൾ ഏകദേശം ഈ ഒരു പോർഷനാണ്. ഇത് ഇങ്ങനെ തന്നെയാണ് ഞാൻ വന്ന് കയറിയ സ്കൂൾ. പിന്നെ ഇപ്പോൾ ടൈലൊക്കെ ഇട്ടു, അങ്ങനെ പെയിന്റുകൾ മാറ്റി എന്നല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ അതാണ് ഫസ്റ്റ് ടൈമിലുള്ള എൻ്റെ സ്കൂള്. മലയോരം, മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു എന്താ വെച്ചാൽ പ്രകൃതിയുടെ ഒരു വരദാനം എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഈ സ്കൂള് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചു തന്നത്. അപ്പോൾ ഇത് സ്ഥാപിതമായ വർഷമാണ് 1966 പ്ലാന്റേഷൻ സ്കൂള് സ്ഥാപിതമായത്. അന്നത്തെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ശാന്തമ്മ തോമസ്. LP സ്കൂളിലാണ് ശാന്തമ്മ തോമസ് എന്ന് പറഞ്ഞ ഹെഡ് മിസ്ട്രസ് ആയിട്ട് വന്നത്. പിന്നീട് ശ്രീമതി CP ലീലാവതി അമ്മ 68. അങ്ങനെ മേരി ടീച്ചറുടെ കാലത്താണ് ഞാനിവിടെ സ്കൂളിൽ ആദ്യമായിട്ട് മേരി ടീച്ചർ ഹെഡ് മാസ്റ്ററായിട്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ പഠിക്കാനായിട്ട് എൻ്റെ ആദ്യ എന്താ പറയുക കാല് വെപ്പ് ഈ സ്കൂളിൽ തന്നെയായിരുന്നു. ഞാൻ 7ാം ക്ലാസ് വരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പോണ കാലമായപ്പോൾ വിഷ്ണു ഭട്ടതിരിപ്പാട് ഞാൻ 7ാം ക്ലാസ്സിൽ വരെ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഞങ്ങളുടെ സ്കൂളിൻ്റെ വരാന്തകളാണ് ഇതൊക്കെ. ഭയങ്കര നൊസ്റ്റാൾജിയ തന്നെ സംവിധാനങ്ങൾ
എന്താ ഒരു ഇതാണ് കേട്ടോ. എനിക്കിപ്പോൾ വാക്കൊന്നും പറയാൻ കിട്ടില്ല. അതാണ് എൻ്റെ 1ാം ക്ലാസ്. 2ാം ക്ലാസ് താഴെയായിരുന്നു. ഓരോ വർഷവും താഴെ മുകളിലായിട്ടായിരുന്നു. 2 ഇങ്ങനെ നടക്കട്ടെ. അപ്പൊ ഈ വരാന്തയിലാണ് ഞങ്ങൾക്ക് കുട്ടിയമായി ഉപ്പുമാവ് വിളമ്പി ഞങ്ങളെല്ലാവരും ചമ്മറും പടിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കും. വട്ടലയിലും ചോറും പാത്രത്തിലും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക്. അപ്പൊ ഈ വരാന്തയിൽ ഇരുന്നാണ് ഞങ്ങൾ ഉപ്പുമാവ് കഴിച്ചുകൊണ്ടിരുന്നത്. അന്ന് കുട്ടിയമ്മയുടെ സ്നേഹം കൂടി ഉള്ള കാരണം സൂചി ഗോതമ്പിന്റെ ഉപ്പുമാവ്, പിന്നെ കമ്പപ്പൊടിയുടെ, എനിക്ക് ഏറ്റവും ഇഷ്ടം കമ്പപ്പൊടിയുടെ ഉപ്പുമാവിന്റെ ആ മണം. നമുക്കൊരു 11 മണിയാകുമ്പോഴത്തേക്കും കുട്ടിയമ്മായി അത് പാചകം ചെയ്യണ മണം നമ്മുടെ മൂക്കിലടിക്കുമ്പോൾ നമുക്ക് ക്ലാസ്സിൽ ഇരിക്കാനുള്ള ഒരു നമ്മളങ്ങോട്ട് ഞെളിവരി കൊള്ളാൻ തുടങ്ങും. ഇത് കിട്ടാനുള്ള അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമായിരുന്നു കുട്ടിയമ്മയുടെ ഉപ്പുമാവ്. കാരണം അതിനകത്ത് വേറെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടല്ലെങ്കിൽ പോലും നമ്മുടെ അന്നത്തെ വിശപ്പിന്റെ ആണോ എന്നറിയില്ല, പക്ഷെ നമുക്കത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഈ വരാന്തയിലാണ് ഞങ്ങൾക്ക് കുട്ടിയമ്മായി ഒരു 12:30 കഴിയുമ്പോഴത്തേക്കും കുട്ടികളുടെ സഹായത്തോട് കൂടിയിട്ട് ഞങ്ങൾക്ക് ഇത് വിളമ്പി തന്നുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ നിങ്ങൾ നോക്കൂ, ഈ വ്യൂ ഒക്കെ നോക്കൂ, എത്ര ഭംഗിയാ നോക്കൂ. എന്നുവെച്ചാൽ ഇത്രയും മനോഹരമായ മലയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്കൂള് സ്ഥാപിക്കാന്നുള്ളതും ഇത് അപൂർവമായിട്ട് കാണുന്ന കാഴ്ചകളായിരിക്കും കേട്ടോ. അത്രയ്ക്കും പ്രകൃതി രമണീയമായ ഇതുകളാണ്. ഭയങ്കര നൊസ്റ്റാൾജിയുള്ള സ്ഥലമാണ്. ഇങ്ങനെ ഇപ്പൊ ഇതൊക്കെ പുല്ല് പിടിച്ചെടുക്കാണ്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിട്ടുമ്പക്കോടെ ഇങ്ങനെ അവിടെ നിന്ന് ഊർന്നിങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി പോരുമായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ഇതായിരുന്നു. ഇനി നമ്മുടെ ഉപ്പുമാവ് പെര കാണാം നമുക്ക്. ഈ വരാന്തയിലൂടെ മറ്റാണ് ഉപ്പുമാവ് പെര. ഇന്നത്തെ ഉപ്പുമാവ് പെരയുടെ സ്ഥലം കാണിച്ചു തരാം. പക്ഷെ ഇപ്പൊ ഇത് കുറെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വ്യത്യാസങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സ്കൂള്. അന്നത്തെ നമ്മുടെ ഉപ്പുമാവ് പെരയാണ്. ഒക്കെ പൊളിച്ചു കളഞ്ഞു. കുട്ടിയമ്മായി ഉപ്പുമാവ് പാചകം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണിത്. പക്ഷെ ഇതൊക്കെ പൊളിച്ചു. ഇന്നത്തെ പാചകപ്പുര താഴെയാണ്. അന്നിങ്ങനെ അഴികൾ വെച്ചിട്ടുള്ള, ഇങ്ങനെ ജനൽ വെച്ചിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്, ഉപ്പുമാവ് പെര. ഇവിടെ ഇപ്പൊ കുട്ടിയമ്മായി ഉപ്പുമാവ് പാചകം ചെയ്ത് അന്ന് ഉപ്പുമാവ് ഉള്ളൂ. ഇന്നിപ്പോ ചോറും സാമ്പാറൊക്കെ കിട്ടി തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ നൊസ്റ്റാൾജിയ ഉണർത്തണ ഉപ്പുമാവ് പെരയാണിത് കേട്ടോ. കൈ കഴുകണ സ്ഥലമായിട്ട് താഴെ ഉണ്ടായി. അത് പിന്നെ മെയിനായിട്ട് നമ്മുടെ ഇത് ഓഡിറ്റോറിയം. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഒരു 3000-ൽ പരം കുട്ടികൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഓരോ ഡിവിഷനുകളും ABCD എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഒരു ബെഞ്ചിൽ ഇരുന്ന് ഞങ്ങൾ ഇരിക്കാനായിട്ട് തിങ്ങിയിരുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അത്ര ഏറെ കുട്ടികൾ പഠിച്ച ഒരു സ്കൂളാണിത്. ഇന്നിപ്പോൾ അത് പോയി പ്ലാന്റേഷനിൽ ഇപ്പോൾ ആരും താമസവും ഇല്ല. പിന്നെ ഹയർ സെക്കൻഡറി ഉള്ളത് കാരണമാണെന്നു ഇപ്പോൾ ഒരു 200-ൽ താഴെ കുട്ടികൾ മാത്രമാണ് കേട്ടോ അവിടെ പഠിക്കണേ. പക്ഷെ ഇപ്പോഴും പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഇത് നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ തന്നെ അവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ ഇപ്പൊ ഹയർ സെക്കൻഡറി വിഭാഗം തോന്നുന്നു ഇതൊക്കെ. പക്ഷെ അന്നൊക്കെ ഞങ്ങൾ ഓടിക്കളിച്ചൊരു സ്ഥലമാണ് ഇത്. ഇവിടുന്ന് നോക്കിയ വ്യൂ ഒക്കെ കാണുമ്പോൾ എത്ര രസാന്ന് നോക്കിയേ. അത്രയ്ക്ക് ഭംഗിയാണ് ഞങ്ങളുടെ ഗ്രൗണ്ട്. ഇത്രയും അന്ന കാലത്തൊന്നും ഇത്രയും വലിയൊരു ഗ്രൗണ്ട് ഒരു സ്കൂളിനും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. അത്ര വിശാലമായ ഗ്രൗണ്ടും നോക്ക്. ഇവിടെ ഇഷ്ടംപോലെ പ്രതിഭകളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതാണ് മുകളിലത്തെ സ്കൂളിന്റെ കെട്ടിടം. അപ്പൊ അതിന്റെ വ്യൂ ഒന്ന് കാണിച്ചോട്ടെ. അത്ര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ആഴ്ത്തുണ്ട് ഇതിന്റെ ഒരു ഭാഗം. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഈ സ്റ്റെപ്പ് വെച്ച് ഞങ്ങൾ എന്തോരം ഈ സ്റ്റെപ്പിൽ കൂടെ ഓടിച്ചാടി ഇതിവിടെ ഊർന്നിറങ്ങുമായിരുന്നു. അതൊക്കെ ഇപ്പൊ പോയി. മണലിട്ടിട്ട് ഊർന്നിറങ്ങുന്ന സ്ഥലമായിരുന്നു അത്. ഇങ്ങനെ എന്നെ ചേർക്കാൻ കൊണ്ടുവന്നപ്പോ ഓഫീസ് റൂം ഇതായിരുന്നു. മേരി ടീച്ചർ ഓഫീസ് റൂമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതാണ്. ഇന്നിപ്പോ ഓഫീസ് റൂം അതാണ്. ഇഷ്ടം പോലെ കളിക്കാൻ. അപ്പൊ ഞാൻ ഈ സമയത്ത് എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഉപ്പുമാവ് എന്ന കുട്ടിയമ്മയെ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ ആദ്യത്തെ എൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.